റോജി എം ജോൺ, ഇതിപ്പോൾ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നുള്ള ചോദ്യം CPM-നോട് ചോദിക്കുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലും പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തൽ കൂടിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ രാഹുൽ എന്ന പേരിലേക്ക് എത്തുന്നത് പ്രതിപക്ഷ നേതാവും രാഹുലും ഷാഫിയും തീരുമാനിച്ച ഈ ത്രയത്തിന്റെ തീരുമാനമാണ് എന്ന ആരോപണം അതിശക്തമായി ഉയരുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എനിക്കുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നിർണായകമാകുന്ന ഒരു വിധിയാകും പാലക്കാടത്. അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കുമുണ്ടോ? തീർച്ചയായിട്ടും സ്മൃതി, ഞങ്ങൾ വളരെ ആർജവത്തോടു കൂടിയിട്ടല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നു. മറിച്ച് ഞങ്ങൾ പറയുന്നു, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഇത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകും. സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് അരുൺകുമാറിനോട് ചോദിക്കുമ്പോൾ അരുൺ ഉൾപ്പെടെ കടന്ന് ഉരുളുകയാണ്. CPM-ന്റെ നേതാക്കന്മാരോട് മുഴുവൻ ചോദിക്കുമ്പോൾ അവർ കടന്ന് ഉരുളുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് അരുൺ പറഞ്ഞ കാര്യങ്ങൾ കൂടെ മറുപടി പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അരുൺ പറഞ്ഞു, സരിൻ ഉന്നയിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ചു. സ്മൃതി, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച സ്ഥാനാർത്ഥിയാണ്. അതായത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് പരിശോധിച്ച് ഞങ്ങൾ വേണ്ട എന്ന് വെച്ച സ്ഥാനാർത്ഥിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇവർ പരാജയപ്പെട്ടു. നമ്പർ 2, അരുൺ പറഞ്ഞു, അതായത് തീരുമാനിച്ച സ്ഥാനാർത്ഥിനെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു എന്ന് പറയുന്നു. മറ്റാര് പറഞ്ഞാലും ഇത് അരുൺകുമാർ പറയാൻ പാടില്ല. കാരണം ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ച് തൃക്കാക്കരയിൽ അരുൺകുമാറിന് വേണ്ടി പോസ്റ്ററും ചുമരും എഴുതിയതിന് ശേഷം അരുൺകുമാറിനെ നിർത്തിയാൽ സെഞ്ചുറി അടിക്കാൻ സാധിക്കില്ല, നമുക്ക് പകരം വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ആര് തീരുമാനിച്ചിട്ടാണ് അരുൺകുമാർ ചുമരെഴുതിയ അരുൺകുമാർ അവിടെ നിന്ന് മാറി അവിടെ വേറൊരു സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ വന്നതും സെഞ്ചുറി അടിക്കാൻ വന്ന ആളുകൾ ബൗൾഡായി പോയതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിനെ ഏത് കമ്മിറ്റി തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ കഥയൊന്നും ഇവിടെ ആരും പറയേണ്ട. ഇവിടെ നേരത്തെ സ്മൃതി ചോദിച്ചു, അവിടെ CPM-ന്റെ ഒരു പ്രതിനിധി ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇപ്പോൾ നോമിനേഷൻ വരെയുണ്ട്. കാരണം എന്തിനാ നോമിനേഷൻ കൊടുക്കുന്നറിയോ? ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കി കഴിയുമ്പോൾ സരിനെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് എങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ പറയാനൊരു സ്ഥാനാർത്ഥിനെ വേണം. അതുകൊണ്ട് ഒരു ഡമ്മിയായിട്ട് CPM നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിട്ടാണ് അവിടെ CPM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ എങ്ങനെ തീരുമാനിച്ചു, ആര് തീരുമാനിച്ചു എന്ന കണക്കൊന്നും ആരും പറയരുത്, പ്രത്യേകിച്ച് CPM പറയരുത്, പ്രത്യേകിച്ച് അരുൺകുമാർ പറയരുതെന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് BJP ഡീലാണ് എന്ന് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നേരത്തെ അല്പം മുമ്പ് BJP-യുടെ പ്രതിനിധി പറഞ്ഞു കേട്ടില്ലേ, കൊടകര കുഴൽപ്പണ കേസിൽ അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. അതായത് ഈ കേസിൽ പ്രതിയായിട്ടുള്ള ധർമ്മരാജനും അല്ലെങ്കിൽ കവർച്ച കേസിലും കുഴൽപ്പണ കേസിലും പിടിക്കപ്പെട്ട ആളുകളും ആദ്യം ഫോൺ വിളിക്കുന്നത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെയാണ്. ഇവിടെ പറയുന്നു ഈ പണം BJP-ക്ക് വേണ്ടിയിട്ടാണ് എത്തിയതെന്ന് അരുൺകുമാർ തന്നെ പറയുന്ന സുരേന്ദ്രൻ പ്രതിയാവാതെ എങ്ങനെ സാക്ഷിയായി എന്നുള്ളതാണ്. ആര് തമ്മിലാണ് ഡീലുള്ളതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം, അതായത് ശബ്ദിക്കുന്ന തെളിവ് എന്നുള്ള കാര്യത്തിൽ ആരും മറക്കാതെ പോകരുത്. അതുപോലെ തന്നെ കുഴൽപ്പണ കേസും കൊടകര കേസും അതുപോലെ തന്നെ കരുവന്നൂർ കേസും എങ്ങനെ സെറ്റിൽമെൻ്റ് ആക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സന്ദീപ് വാര്യരും പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇവിടെ മറ്റൊരു കേസ് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഇലക്ഷന് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നൊരു കാര്യമുണ്ട്. CPM ആക്രമിക്കുന്ന ആരെയാണ്? മുഖ്യമന്ത്രി ആക്രമിക്കുന്ന ആരെയാണ്? കോൺഗ്രസിനെയാണ്, UDF-നെയാണ്. BJP ആക്രമിക്കുന്ന ആരെയാണ്? അവരാക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. രണ്ടുപേരുടെയും ടാർഗറ്റ് കോൺഗ്രസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, അത് BJP ആണ്. അവിടെ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞാനതിലേക്ക് വരാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഞാനത് സ്മൃതി ചോദിച്ചതിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നേ. അരുൺകുമാറിൻ്റെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? EP ജയരാജന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ? അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞില്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അതവിടെ പൊതുസമൂഹം നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അതുപോലെ തന്നെ ബാലൻ സഖാവ് എന്തിയെ പെട്ടി വിവാദം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പത്രക്കാരെ കാണുന്ന ശ്രീ AK ബാലൻ 3-4 ദിവസം മാധ്യമങ്ങളെ ഒന്നും കാണാതെ മാറി നടന്നത്. NN കൃഷ്ണദാസ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്? ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്? സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് പലവട്ടം നിലപാട് മാറ്റി പറയേണ്ടി വന്നത്? വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ സർവ്വസാധാരണമാണെന്നേ. അതങ്ങനെ വേണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നേതാക്കന്മാരെല്ലാവരും അല്ലെങ്കിൽ ഒരു അച്ചടിച്ച ഭാഷയിൽ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നൊന്നും അല്ലല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെ ഒരു ജനാധിപത്യമൊക്കെ അനുവദിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി മാറി എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ആരുടെയും വീട്ടിൽ ഇന്നോവ കാർ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ കാർ വിടുകയോ 51 വെട്ടി കൊല്ലുന്ന പാർട്ടിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ മന്നെ ഞാൻ പറയാം. ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നു. ഇവിടെ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞല്ലോ, പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് പറയാനുള്ള ആർജവമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വളരെ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഷാഫി പറമ്പിൽ 13 വർഷം പ്രതിദാനം ചെയ്ത ഒരു നിയോജകമണ്ഡലം, അവിടെ ഷാഫി പറമ്പിൽ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. ആ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മാറുമ്പോൾ ആ ഷാഫി പറമ്പിലിന് സമനായിട്ടുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോട് കിടപിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ മുഴുവൻ ആളുകൾ അറിയപ്പെടുന്ന വളരെ ഭാവിയുള്ള കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞങ്ങളവിടെ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കി അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആകെ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി ചേലക്കരയിൽ എല്ലാ പഞ്ചായത്തിലും പോയി പ്രസംഗിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പാലക്കാട് കുറേ ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അവിടെ രണ്ട് ദിവസം വന്ന് അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ വിജയസാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് മാത്രവുമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ 2 പത്രസമ്മേളനം കൂടി ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ 1-2 പത്രസമ്മേളനം കൂടി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഇനി കോൺഗ്രസിൽ വരുന്ന ഒരാൾ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ കാണും, മറ്റ് നേതാക്കന്മാരെ കാണും, ലീഗ് നേതാക്കളെ കാണും, ഞങ്ങൾ എല്ലാ നേതാക്കന്മാരെയും കാണുന്നേ. അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടാണ് അദ്ദേഹം കാണാൻ തയ്യാറായത്? ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, BJP-കാരായിട്ടുള്ള ആളുകൾക്ക് BJP പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളെ കാണാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നതും അദ്ദേഹം പാണക്കാട് പോകാൻ തയ്യാറായതും അദ്ദേഹം മറ്റ് നേതാക്കന്മാരെയും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ഒക്കെ കാണാൻ തയ്യാറാവുന്നത്. ഒരു രാഷ്ട്രീയം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അല്ലല്ല, BJP-യിൽ നിന്ന് വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതാണോ? അതെ, തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും പറയാമല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസിനും ലീഗിനും തമ്മിലുള്ള അതുകൊണ്ട് കോൺഗ്രസിൽ വരുന്ന ആളുകൾ എവിടെ പോകുന്നു എന്നുള്ളതിന് അങ്കലാപ്പ്. അപ്പൊ എന്തായാലും സന്ദീപ് വാര്യർ പോയ കാര്യത്തിൽ ബിജെപിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ട് എന്നുള്ളത്, ബിജെപിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് ശ്രീനാരായണ നമ്പൂരി, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കും CPM-നും ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.